നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്വാളിറ്റി ഓഫ് വാട്ടർ എന്നുള്ള ടോപ്പിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഒരു വാട്ടർ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്: ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ സോളിഡ്സിനെ പറ്റിയും പി എച്ചിനെ പറ്റിയായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. അത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് പറയുന്നത് സോളിഡ്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഏതാണ്? സോളിഡ്സ് ആണ്. അതിൽ സോളിഡ്സിന് നമുക്ക് പല രീതിയിലുണ്ട്, പലതരം സോളിഡ്സ്. ടോട്ടൽ സോളിഡ്സ് എന്ന് പറയാം, ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് ആണ്, ടോട്ടൽ വോളറ്റൈൽ സോളിഡ്സ് എന്ന് പറയാം. സോ ഇതിന് ഓരോന്നും എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ള ജസ്റ്റ് ഒരു പ്രൊസീജിയർ. നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര എന്താണ് കടുകട്ടി ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല. ജസ്റ്റ് ഇങ്ങനെ തരുമായിരിക്കും, എന്താണ് വെയിറ്റ് ഓഫ് കണ്ടെയ്നർ ഇത്രയാണ്, ആഫ്റ്റർ ഇവാപ്പറേഷൻ സാമ്പിളിൻ്റെ വെയിറ്റ് ഇത്രയാണ്, അങ്ങനെയെങ്കിൽ ടോട്ടൽ സോളിഡ്സ് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും തരുന്നത്. സോ നമ്മൾ കൺസെപ്റ്റ് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് ടോട്ടൽ സോളിഡ്സ് എന്നാണ്. ഓക്കെ, ടോട്ടൽ സോളിഡ്സിനെ പറ്റിയാണ് ആദ്യം നോക്കുന്നത്. ഓക്കെ, ടോട്ടൽ സോളിഡ്സ്. അപ്പോൾ ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെഫിനേഷൻ എന്താ പറയുന്നത്? ദ റെസിഡ്യൂ ലെഫ്റ്റ് ആഫ്റ്റർ ഇവാപ്പറേഷൻ. ഇവാപ്പറേഷന് ശേഷം എന്തുമാത്രം റെസിഡ്യൂ ഉണ്ട്. അതായത് ഞാനൊരു എന്താണ് ഒരു ഇതിൽ ഒരു കണ്ടെയ്നറിൽ കുറച്ച് സാമ്പിൾ എടുക്കുവാണ്. ഓക്കെ, ഈ സാമ്പിൾ എന്ന് പറയുന്നത് അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവാപ്പറേറ്റ് ചെയ്യാൻ വയ്ക്കുന്നു. നമ്മുടെ വാട്ടർ സാമ്പിളാണ്, അതിനെ ഇവാപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഞാൻ എടുക്കുന്നു. അപ്പോൾ എന്തുമാത്രം റെസിഡ്യൂ ഇവിടെ ലെഫ്റ്റ് ചെയ്തു, അതാണ് എന്തെന്ന് പറഞ്ഞാൽ ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത്. ദ റെസിഡ്യൂ ലെഫ്റ്റ് ആഫ്റ്റർ ഇവാപ്പറേഷൻ. ഒരു സാമ്പിളിനെ ഞാൻ ഇവാപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തുമാത്രം റെസിഡ്യൂ അവിടെ ഉണ്ട്, അതാണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു പോയിന്റ്. അതായത് ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇറ്റ് ഈസ് മെഷർഡ് ബൈ ഗ്രാവിമെട്രിക് മെത്തേഡ്. അല്ലെങ്കിൽ ഗ്രാവിമെട്രിക് മെത്തേഡ് എന്ന് എന്താണ്? നമ്മൾ വെയിറ്റ് മെഷർ ചെയ്തെടുക്കുന്ന മെത്തേഡ്സ്. അതായത് നമ്മളിവിടെ ഇപ്പോൾ എന്താണ്, ഞാൻ ഒരു എം ടി കണ്ടെയ്നറിൻ്റെ വെയിറ്റ് എടുക്കും, എം ടി കണ്ടെയ്നർ പ്ലസ് സാമ്പിളിൻ്റെ വെയിറ്റ് എടുക്കും, എം ടി കണ്ടെയ്നർ ആഫ്റ്റർ ഇവാപ്പറേഷൻ പ്ലസ്. അപ്പോൾ ഈ 3 വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്, അല്ലേ? വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ വെയിറ്റ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാവിമെട്രിക് മെത്തേഡ്. അതായത് അതിനകത്ത് വരുന്ന എന്താണ്? വെയിറ്റ് മെഷർമെൻറ്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടോട്ടൽ സോളിഡ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആൻ എം ടി ഡ്രൈ കണ്ടെയ്നർ ഈസ് ടേക്കൺ വിത്ത് ഇനിഷ്യൽ വെയിറ്റ് W1. അപ്പോൾ എൻ്റെ എന്താണ് എം ടി കണ്ടെയ്നറിൻ്റെ വെയിറ്റ് ആണെന്ന് തോന്നുന്നത് W1 എന്ന് പറയുന്നത്. ഓക്കെ, ഈ W1ലേക്ക്, അതായത് എൻ്റെ എം ടി കണ്ടെയ്നറിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വോളിയം എത്രയാണ്? വോളിയമുള്ള സാമ്പിൾ എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ വെയിറ്റ് ഞാൻ അതിൻ്റെ വെയിറ്റ് എടുക്കണ്ട. ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഒരു എം ടി കണ്ടെയ്നർ എടുത്തു, അതിൻ്റെ വെയിറ്റ് W1. എന്നിട്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? വോളിയമുള്ള സാമ്പിൾ ഫില്ല് ചെയ്തു. ദെൻ അതിന് ഞാൻ എന്ത് ചെയ്തു? ഇവാപ്പറേറ്റ് ചെയ്യാൻ വയ്ക്കുവാണ്. ഇവാപ്പറേറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓവനിലാണ് ഇവാപ്പറേറ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. 103 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളവിടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എത്ര സമയം നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യണം? 4 to 5 hours നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ 103 ഡിഗ്രി സെൽഷ്യസിൽ 4 to 5 hours നമ്മൾ ആ സാമ്പിളിനെ വെച്ചേക്കും ഓവനകത്ത്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. ബാക്കിയുള്ള റെസിഡ്യൂ ആയിരിക്കും അവിടെ, അത് അതിനകത്തുള്ള സോളിഡ്സ്, ടോട്ടൽ സോളിഡ്സ് എന്ത് ചെയ്യും? അവിടെ റെസിഡ്യൂ ആയിട്ട് കാണും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതെടുത്തു, എന്താണ് എം ടി വെയിറ്റ് ഓഫ് കണ്ടെയ്നർ എടുത്തു. ദെൻ സാമ്പിൾ വോളിയമുള്ള സാമ്പിൾ നമ്മൾ ഓവനകത്ത് വെച്ച് ഇവാപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് ഇപ്പോൾ കുറച്ച് റെസിഡ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ വെയിറ്റ് എടുത്തു. ദാറ്റ് ഈസ് W2. ഓക്കെ, ഫൈനൽ വെയിറ്റ് ഓഫ് കണ്ടെയ്നർ വിത്ത് റെസിഡ്യൂ എത്രയാണ്? W2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ സോളിഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ സോളിഡ്സ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഒരു ലിറ്ററിൽ ഇത്ര മില്ലിഗ്രാം ടോട്ടൽ സോളിഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്? W2 മൈനസ് W1 എടുക്കണം. എന്താണ് W2 മൈനസ് W1 എന്ന് പറയുമ്പോൾ എന്തായി? വെയിറ്റ് ഓഫ് റെസിഡ്യൂ ആയില്ലേ? അതല്ലേ അതിനകത്തുള്ള ടോട്ടൽ സോളിഡ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ബട്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇത്രയും മില്ലിഗ്രാം എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത്. ബട്ട് നമുക്ക് ഒരു ലിറ്ററിൽ എത്ര മില്ലിഗ്രാം ടോട്ടൽ സോളിഡ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയണം, അല്ലേ? അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യും? W2 മൈനസ് W1 ഡിവൈഡഡ് ബൈ V എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം വോളിയമുള്ള സാമ്പിളാണ് എടുത്തത്, അതുകൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മില്ലിഗ്രാം പെർ ലിറ്ററിൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇവിടെ ചിലപ്പോൾ വോളിയം എന്ന് പറയുന്നത് മില്ലി ലിറ്ററിലായിരിക്കും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്.
അല്ലേ? W2 മൈനസ് W1 ഡിവൈഡഡ് ബൈ V. V എങ്ങനെയാണെങ്കിൽ ഇൻ ലിറ്റേഴ്സിലായിരിക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ. ടോട്ടൽ സോൾസ് ഓഷ്യൻ്റെ കേസിൽ 35 to 36 gram per ലിറ്റർ ആണ്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ടെമ്പറേച്ചർ അറിയുക, എത്ര സമയം ഓവനകത്ത് വയ്ക്കുന്നു എന്ന് അറിയുക, പ്രൊസീജിയർ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു empty കണ്ടെയ്നർ എടുക്കുന്നു, അതിൻ്റെ വെയിറ്റ് W1 ആണ്. എന്നിട്ട് അതിലേക്ക് V വോളിയമുള്ള സാമ്പിൾ ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഓവനിൽ വെക്കുന്നു ഇവാപ്പറേറ്റ് ചെയ്യാനായിട്ട് 4 to 5 hours 103 degree Celsius. അത് കഴിഞ്ഞ് അതിനെ ഞാൻ വീണ്ടും വെയിറ്റ് എടുക്കുന്നു, empty കണ്ടെയ്നർ പ്ലസ് എന്താണ് റെസിഡ്യൂവിൻ്റെ വെയിറ്റ് എടുക്കുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ റെസിഡ്യൂവിൻ്റെ വെയിറ്റ് കിട്ടും. സോ അതെന്ന് പറയുന്നത് W2 മൈനസ് W1 ഡിവൈഡഡ് ബൈ V ചെയ്യുമ്പോൾ 1 ലിറ്ററിൽ എത്ര എന്താണ് മില്ലിഗ്രാം ടോട്ടൽ സോൾസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത് വരേണ്ട സസ്പെൻഡഡ് സോൾസ് ആണ്. അതായത് ഇവിടെ സസ്പെൻഡഡ് സോൾസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വാട്ട്മാൻ ഫിൽറ്റർ പേപ്പർ നമ്പർ 44 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഞാൻ ആദ്യം ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തു, അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് W1. ഓക്കെ. ഇനി ഞാൻ ഒരു V വോളിയമുള്ള സാമ്പിൾ, ഓക്കെ, V വോളിയമുള്ള സാമ്പിൾ, ഈ സാമ്പിളിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫിൽറ്റർ പേപ്പറിൽ കൂടെ ഫിൽറ്റർ ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഈ ഒരു ഫിൽറ്റർ പേപ്പറിനെ കൊണ്ടുപോയി ഓവനിൽ വെക്കുവാണ് ഇവാപ്പറേറ്റ് ചെയ്യാനായിട്ട്, ഡ്രൈ ചെയ്യാനായിട്ട്. അവിടെ എത്ര തന്നെയാണ് ടെമ്പറേച്ചർ? 103 degree Celsius 4 to 5 hours. ഓക്കെ. ഇനി ഇതിനകത്ത് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ എന്തെങ്കിലും ഈ വാട്ടറിലുള്ള സസ്പെൻഡഡ് സോൾസ് എല്ലാം ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരിക്കും. ബട്ട് ഇറ്റ് ഈസ് വെറ്റ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓവനിൽ കൊണ്ടുപോയി ഡ്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും, ഇതിനകത്ത് കുറച്ച് സസ്പെൻഡഡ് സോൾസ് എല്ലാം ഇതിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ വെയിറ്റ് എടുക്കും W2. അതായത് ഓവനിൽ വെച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ വെയിറ്റ്, അതാണ് W2. സോ സസ്പെൻഡഡ് സോൾസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് W2 മൈനസ് W1 ഡിവൈഡഡ് ബൈ V ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സസ്പെൻഡഡ് സോൾസ് കിട്ടും. ഓക്കെ. അപ്പോൾ സസ്പെൻഡഡ് സോൾസ് കിട്ടാൻ ആദ്യം വെയിറ്റ് ഓഫ് എന്ത് കണ്ടുപിടിക്കണം, വെയിറ്റ് ഓഫ് ഫിൽറ്റർ പേപ്പർ. വാട്ട്മാൻ ഫിൽറ്റർ പേപ്പർ നമ്പർ 44 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ വെയിറ്റ് ഓഫ് ഫിൽറ്റർ പേപ്പർ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫിൽറ്റർ പേപ്പർ ഇവിടെ വെച്ചിട്ട് ഇതിൽ കൂടി എന്ത് ചെയ്യുന്നു, സാമ്പിൾ ഇത് ചെയ്യുവാണ്. അപ്പോൾ ഇത് എന്താണ്, സാമ്പിൾ ഇതിൽ കൂടി ഫിൽട്രേറ്റ് ചെയ്ത് വരും. ബട്ട് അവിടുത്തെ സസ്പെൻഡഡ് സോൾസ് എന്ത് ചെയ്യും, ഫിൽറ്റർ പേപ്പറിൻ്റെ പുറത്തിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഫിൽറ്റർ പേപ്പറിനെ ഞാൻ എന്ത് ചെയ്തു, കൊണ്ടുപോയി ഡ്രൈ ചെയ്യുവാണ് ഓവനിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തു. അപ്പോൾ എന്നിട്ട് ഞാൻ അതിൻ്റെ വെയിറ്റ് എടുക്കുവാണ്, ഫിൽറ്റർ പേപ്പർ വിത്ത് ദിസ് റെസിഡ്യൂ. അതെന്ന് പറഞ്ഞാൽ W2 ആണ്. ദെൻ W2 മൈനസ് W1 ഡിവൈഡ് ബൈ V ചെയ്യുമ്പോൾ സസ്പെൻഡഡ് സോൾസ് കിട്ടും. ഇനി ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് നമുക്ക് വേണം. ഓക്കെ. ടോട്ടൽ ഡിസോൾഡ് സോൾസ് എന്ന് പറയുമ്പോൾ ഈ TDS എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും, കൊളോയിഡൽ സോൾട്സും വരും, ഡിസോൾഡ് സോൾട്സും വരും. ഓക്കെ. ടോട്ടൽ ഡിസോൾഡ് സോൾട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും, കൊളോയിഡൽ സോൾട്സും വരും, ഡിസോൾഡ് സോൾട്സ് വരും. അത് മറക്കരുത്. ഓക്കെ. ഇനി ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം empty വെയിറ്റ് ഓഫ് കണ്ടെയ്നർ എത്രയാണെന്ന് നോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് W1. എന്നിട്ട് ഒരു V മില്ലി ലിറ്റർ ഉള്ള സാമ്പിൾ എന്ത് ചെയ്യണം, ഞാൻ ഇതിനെ ഫിൽട്രേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഒരു ഫിൽറ്റർ പേപ്പർ, വാട്ട്മാൻ ഫിൽറ്റർ പേപ്പറിലൂടെ എന്ത് ചെയ്ത് ഞാൻ ഫിൽറ്റർ ചെയ്തു. ഈ ഫിൽറ്റർ ചെയ്ത് വരുന്ന വാട്ടറില്ലേ, ഫിൽറ്റർ ചെയ്ത് വരുന്ന വാട്ടർ, അതായത് ഇവിടെ നമ്മൾ ഈ കിടക്കുന്ന ഇവിടുത്തെ വാട്ടർ, ഇവിടെ ശേഖരിക്കുന്ന വാട്ടർ, അതിനെ ഞാൻ എന്ത് ചെയ്യണം, എടുത്ത് ഡ്രൈ ചെയ്യുക, ഓവൻ ഡ്രൈ ചെയ്യുക 103 degree Celsius. എന്നിട്ട് എന്ത് ചെയ്യണം, ഫൈനൽ വെയിറ്റ് ഓഫ് കണ്ടെയ്നർ നമ്മൾ എടുക്കുക. അപ്പോൾ W2 എന്ന് കിട്ടും. സോ എഗെയിൻ TDS കണ്ടുപിടിക്കുക ഇക്വേഷൻ, സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്, W2 മൈനസ് W1 ബൈ V. പക്ഷേ കൺസെപ്റ്റ് മാത്രം വ്യത്യാസം ഒന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഡിസോൾഡ് കിട്ടാൻ, ഡിസോൾഡിനകത്ത് എന്താ ടോട്ടൽ ഡിസോൾഡ് സോൾട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കൊളോയിഡൽ സോളിഡ്സും വരും, ഡിസോൾഡ് സോളിഡ്സും വരും. സോ ആദ്യം ഞാൻ എന്ത് ചെയ്തു, empty വെയിറ്റ് ഓഫ് കണ്ടെയ്നർ എടുത്തു, ദാറ്റ് ഈസ് W1. എന്നിട്ട് അതിലേക്ക് ഒരു ഫിൽറ്റർ പേപ്പറിൽ കൂടി, അതായത് empty വെയിറ്റ് ഓഫ് കണ്ടെയ്നർ W1. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ആയിട്ട് ഒരു ഫിൽറ്റർ പേപ്പർ വെച്ച് ഇതിൽ കൂടി ഫിൽറ്റർ ചെയ്യുവാണ് വാട്ടർ. അപ്പോൾ ഈ ഫിൽറ്റർ ചെയ്ത വാട്ടർ ഇവിടെ വന്ന് കിടപ്പുണ്ട്. എന്നിട്ട് എന്താണ്, ആ ഫിൽറ്റർ പേപ്പർ മാറ്റിയിട്ട് ഈ വാട്ടർ ഉണ്ടല്ലോ അതിനെ കൊണ്ടുപോയി ഞാൻ ഇവിടെ വയ്ക്കുന്നു, ഓവനിൽ വയ്ക്കുന്നു. എന്നിട്ട് ഇവാപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് റെസിഡ്യൂ കാണും, അതിൻ്റെ വെയിറ്റ് എടുക്കുന്നു. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എൻ്റെ W2 ആയിരിക്കും. സോ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ TDS കിട്ടും. ഓക്കെ. ഇനി നമുക്ക് TDS കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, ബൈ മെഷറിങ് കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ. അതായത് നമ്മുടെ വാട്ടറിൽ ഡിസോൾഡ് സോളിഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് നമ്മുടെ വാട്ടറിൻ്റെ കണ്ടക്ടിവിറ്റിയെ കൂട്ടും. ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് ഓൺലി അപ്രോക്സിമേറ്റ് മെത്തേഡാണ്. ഓക്കെ. ഡിസോൾഡ് സോളിഡ്സ് ഇതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് മെത്തേഡാണ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി വെച്ചിട്ട് TDS കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ. സോ TDS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയുന്നത്
കെ ഇൻറ്റു ഇ സി ആണ്. ഈ കെ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി മീറ്ററിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. അത് യൂഷ്വലി 0.55 മുതൽ 0.7 വരെ വേരി ചെയ്യാം. ഇ സി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. ഓക്കെ, ഇനി അയണൈസ്ഡ് ഡിസോൾവ്ഡ് സോൾട്സിനെ കണ്ടുപിടിക്കാം, മെഷർ ചെയ്യാൻ നമ്മൾ ഏത് ഇൻസ്ട്രുമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്? കണ്ടക്ടിവിറ്റി മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കണ്ടക്ടിവിറ്റി മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ അയണൈസ്ഡ് ഡിസോൾവ്ഡ് സോൾട്സ്. അയണൈസ്ഡ് ഡിസോൾവ്ഡ് സോൾട്സ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കണ്ടക്ടിവിറ്റി മീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ സോളിഡ്സിനൊന്നും എന്തില്ല, ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഇല്ല. പക്ഷേ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സിനുണ്ട്. എന്താണ് 500 to 2000 milligram per liter. എത്രയാണ്? 500 to 2000 milligram per liter. അതിൽ 500 എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ലിമിറ്റും ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓൾട്ടർനേറ്റ് സോഴ്സസ് പെർമിസിബിൾ ലിമിറ്റ് എത്രയാണ്? ഇറ്റ് ഈസ് 2000 milligram per liter ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിളാണ്, ഇത് വെച്ച് ചോദിക്കുന്ന പ്രോബ്ലംസ് എല്ലാം സിമ്പിളാണ്. ജസ്റ്റ് കൺസെപ്റ്റ് എന്താണ് ആ പ്രൊസീജിയർ എന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത് വരുന്ന വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ സോളിഡ്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നോൺ വോളറ്റൈൽ സോളിഡ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ഇറ്റ് ഈസ് ഫിക്സഡ് സോളിഡ്സ്. എന്താണ് നോൺ വോളറ്റൈൽ സോളിഡ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്നാണ് ഫിക്സഡ് സോളിഡ്സ്. അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെയും എന്താണ് ഇനിഷ്യൽ എംപ്റ്റി വെയിറ്റ് ഓഫ് ഡ്രൈ കണ്ടെയ്നർ എടുക്കുന്നു. അതെന്ന് പറഞ്ഞാൽ എൻ്റെ W1 ആണ്. എന്നിട്ട് V വോളിയം ഓഫ് വാട്ടർ നമ്മൾ എടുക്കുന്നു കണ്ടെയ്നറിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, ആഫ്റ്റർ ഓവൻ ഡ്രൈയിങ് ആയിട്ട് നേരത്തെ അതേ സെയിം ടെമ്പറേച്ചർ സെയിം ടൈം. എന്നിട്ട് എന്ത് ചെയ്യണം, ഫൈനൽ വെയിറ്റ് ഓഫ് കണ്ടെയ്നർ എടുത്ത് W2. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ കണ്ടെയ്നറിലുള്ള റെസിഡ്യൂവിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? W2 മൈനസ് W1 ആണ്. ബട്ട് ആ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? വോളറ്റൈൽ ഉണ്ടാവും, നോൺ വോളറ്റൈൽ ആയിട്ടുള്ള റെസിഡ്യൂ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ആ കണ്ടെയ്നറിനെ കൊണ്ടുവന്ന് ഒരു മഫിൾ ഫർണസിനകത്ത് വെക്കുക. ടെമ്പറേച്ചർ വന്ന് 700 to 800 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, കണ്ടെയ്നറിൻ്റെ വെയിറ്റ് എടുക്കും. കാരണം ഈ മഫിൾ ഫർണസിൽ വെക്കുമ്പോഴത്തേക്കും ഈ വോളറ്റൈൽ ആയിട്ടുള്ള മാറ്റർ എല്ലാം എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. ബാക്കിയുള്ള വെയിറ്റ് ആയിരിക്കും W3 വരുന്നത്. W3 അപ്പോൾ എന്ത് വരും? വെയിറ്റ് ഓഫ് കണ്ടെയ്നർ പ്ലസ് എന്താണ് വെയിറ്റ്, W3 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് കണ്ടെയ്നർ പ്ലസ് നോൺ വോളറ്റൈൽ സോളിഡ്സ് എത്രയാണോ ഉള്ളത് അത്രയും എമൗണ്ട് ആയിരിക്കും ഇതിനകത്തുള്ളത്. ഓക്കെ, എന്താണ് വെയിറ്റ് W3 എന്ന് പറഞ്ഞാൽ നമ്മൾ മഫിൾ ഫർണസിനകത്ത് വെച്ചതിന് ശേഷം ഉള്ളതാണ്. മഫിൾ ഫർണസിനകത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യും, വോളറ്റൈൽ മാറ്റർ എല്ലാം പോവും. സോ ബാക്കി എന്തേ ഉള്ളൂ, നോൺ വോളറ്റൈൽ മാറ്റർ ഉള്ളൂ. അപ്പോൾ സോ നോൺ വോളറ്റൈൽ റെസിഡ്യൂ പ്ലസ് കണ്ടെയ്നറിൻ്റെ വെയിറ്റ്, അതാണെന്ന് പറയുന്നത് W3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് വോളറ്റൈൽ സോൾസ് ആണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, W2 മൈനസ് W3 ഡിവൈഡഡ് ബൈ V ചെയ്യുക. അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ സോൾസ് ആണ് വേണമെങ്കിൽ W3 മൈനസ് W1 ബൈ V അത്രയും മില്ലിഗ്രാം പെർ ലിറ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സോൾസിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് pH. ഓക്കെ, ഇത്തിരി അത്യാവശ്യം പഠിക്കാനുള്ള ഒരു പോർഷനാണ് കേട്ടോ pH എന്ന് പറയുന്നത്. നമുക്കറിയാം pH എന്താണ്, നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അതായത് pH കണ്ടുപിടിക്കൽ ഇക്വേഷൻ എല്ലാവരും എഴുതുന്നതാണ്, നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. ഇതാണ് pHൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ എല്ലാം pH സെൻസിറ്റീവ് ആണ്. അതായത് നമ്മളിപ്പോൾ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൊയാഗുലേഷനൊക്കെ ആണെങ്കിൽ പോലും, കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനാണെങ്കിൽ പോലും pH എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ്. pH കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം pH എന്ന് പറഞ്ഞാൽ ഡാമേജസ് പ്രോപ്പർട്ടി. pH കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ആ പൈപ്പൊക്കെ വരുന്ന എന്താണ് വാട്ടർ കെയർ ചെയ്ത് കൊണ്ടുവരുന്ന പൈപ്പാണെങ്കിൽ പോലും അതൊക്കെ എന്ത് ചെയ്യും, ഡാമേജ് ആവും. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിപ്പെൻഡ്സ് ഓൺ pHൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. എന്താണ് pHൻ്റെ ഇമ്പോർട്ടൻസ്? വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് pH സെൻസിറ്റീവ് ആണ്. എക്സ്ട്രീം pH ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഡാമേജസ് ദ പ്രോപ്പർട്ടി ആൻഡ് കോസ്റ്റ് ഓഫ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിപ്പെൻഡ്സ് ഓൺ pH. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താണ് pH കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് വേണം. ഓക്കെ, നമുക്ക് ശരിക്കും ഈ ഡെറിവേഷൻ ഒന്നും വേണ്ട, ബട്ട് ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ എന്തായിരിക്കുന്നത്, H2O എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം OH മൈനസുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. അവിടുത്തെ റിയാക്ഷൻ കോൺസ്റ്റൻ്റ് ആണ് K എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ കോൺസ്റ്റൻ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, K എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ. നമ്മളെപ്പോഴും റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതുന്നത് എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. സം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. സോ K എന്ത് വരും, ഇവിടെ പ്രോഡക്റ്റ് ഏതാണ്, H+ഉം OH മൈനസും ആണ് എന്ത് ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റ് എന്നാണ്. സോ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റുകളുടെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പം ഞാൻ എഴുതുവാണ് A+B ഗീവ്സ് C+D. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിയാക്ഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതെങ്ങനെ കണ്ടുപിടിക്കും, A+B ഗീവ്സ് C+D ആണെങ്കിൽ K ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു കോൺസെൻട്രേഷൻ D
ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എല്ലാം കോൺസെൻട്രേഷൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ വാല്യൂ കിട്ടും. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ റിയാക്ഷൻ ഇവിടെ എന്താണ്? H2O ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം OH- ആയിട്ട് മാറുന്നതാണ് നമ്മുടെ റിയാക്ഷൻ. സോ നമുക്ക് ഈ ഒരു റിയാക്ഷൻ കോൺസ്റ്റന്റ് നമുക്ക് എഴുതാം. ഇനി നമ്മുടെ പ്യുവർ വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് കോൺസെൻട്രേഷൻ ഓഫ് H2O എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്യുന്നു? H2O ഈസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? K ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁻14. എന്താണ് 10⁻⁻14 മോൾ പെർ ലിറ്റർ എന്ന് വരും. ഓക്കെ, 10⁻⁻14 മോൾ പെർ ലിറ്റർ. ഓക്കെ, അപ്പോൾ കെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായാലും 10⁻⁻14 മോൾസ് പെർ ലിറ്റർ. അത് അറിഞ്ഞു വെച്ചേക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ രണ്ടിടത്തും ലോഗ് എടുക്കുവാണ്. ഇവിടെയും ലോഗ് 10⁻⁻14 ആണ് ആ ഒരു കെയുടെ വാല്യൂ വരുന്നത്. സോ ഈ ഇവിടെയും ഞാൻ ഇന്ന് ലോഗ് എടുക്കുന്നു. അപ്പോൾ 10⁻⁻14 ലോഗ് എടുക്കുമ്പോൾ എന്തെങ്കിലും -14 എന്ന് വന്നു. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH-. സോ ഇവിടെ ഈ നെഗറ്റീവ് സൈൻ എല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. സോ 14 ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ പ്ലസ് മൈനസ് ലോഗ് OH- കോൺസെൻട്രേഷൻ. അപ്പം നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്താണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് pH. ഇനി നെഗറ്റീവ് ലോഗരിതം ഓഫ് OH- കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് POH. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 14 ഈക്വൽ ടു pH പ്ലസ് POH-. അതായത് pH-ഉം POH-ഉം കൂടി അതിന് രണ്ടിൻ്റെയും സം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 14. ഓക്കെ, നിങ്ങൾ ഇത് ഒന്നും പഠിച്ചില്ലെങ്കിലും pH പ്ലസ് POH ഈസ് ഈക്വൽ ടു എന്താണ് 14 എന്ന് അറിയുക. അതുപോലെ തന്നെ pH കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നെഗറ്റീവ് ലോഗരിതം ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ, POH കണ്ടുപിടിക്കുന്ന നെഗറ്റീവ് ലോഗം OH- കോൺസെൻട്രേഷൻ. ഓക്കെ, ഇത് റിലേറ്റഡ് നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, വെൻ OH- അയോൺസ് ഇൻ വാട്ടർ ഈസ് 10⁻⁻8.4 മോൾ പെർ ലിറ്റർ, ഫൈൻഡ് pH. ഓക്കെ, OH-ന്റെ കോൺസെൻട്രേഷൻ ആണ് തന്നിരിക്കുന്നത് എന്താണ്? 10⁻⁻8.4. ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. എന്താണ്? 10⁻⁻14 ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് 10⁻⁻14 കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- തന്നിട്ടുണ്ട് 10⁻⁻8.4. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? 40 രണ്ടിടത്തും ലോഗ് എടുക്കുന്നു. ലോഗ് എടുക്കുമ്പോഴത്തേക്കും ഇതിന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്താണ്? 14 ഈക്വൽ ടു pH മൈനസ് ലോഗ് POH. ഓക്കെ, അത് വേണ്ട, ജസ്റ്റ് ഇവിടെ നോക്കിക്കോ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എഴുതാൻ മനസ്സിലായല്ലോ. നേരത്തെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി രണ്ട് ഭാഗത്തും ലോഗ് എടുക്കുക. അപ്പോൾ 10⁻⁻14 ഞാൻ 14 എഴുതി. 14 ഈക്വൽ ടു ഇവിടുത്തെ H+ൻ്റെ ലോഗ് -14 ഈക്വൽ ടു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് വരും. പ്ലസ് ജസ്റ്റ് ഞാൻ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 10⁻⁻14 ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു 10⁻⁻8.4. അതായത് നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്ന രണ്ടിടത്ത് ലോഗ് എടുക്കുന്നു. സോ -14 ഈസ് ഈക്വൽ ടു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് -10⁻⁻8.4. ഇനി ഈ മൈനസ് സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. സോ 14 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് H+ പ്ലസ് ഈ മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ലോഗ് 10⁻⁻8.4. ഓക്കെ, അപ്പോൾ 14 ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്താണ്? pH ആണ്. സോ pH ഇനി ഈ ലോഗ് 10⁻⁻8.4 എന്താണ്? ലോഗ് 10⁻⁻8.4 എന്താണ് ആൻസർ വരുന്നത്? ഇറ്റ് ഈസ് -8.4 എന്ന് വരും. സോ -8.4ഉം ഇവിടെ ഒരു നെഗറ്റീവ് ഓൾറെഡി ഉണ്ട്. സോ ഇറ്റ് ഈസ് +8.4. അപ്പോൾ നമ്മൾക്ക് pH ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ pH ഇസ് ഈക്വൽ ടു 14 - 8.4 ദാറ്റ് ഈസ് 5.6 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
ദെൻ പി എച്ച് സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 0 മുതൽ 14 വരെ മാർക്ക് എത്തിക്കുന്ന ഒരു സ്കെയിലാണ് എന്ന് പറയുന്നത് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. അതിൽ 7 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ന്യൂട്രൽ പി എച്ച് ആണ്. 7നും 14നും ഇടയ്ക്ക് എന്താണ്, ആൽക്കലൈൻ പി എച്ച് ആണ്. സോ ഏറ്റവും കൂടുതൽ ആൽക്കലിനിറ്റി ഇങ്ങോട്ടേക്കായിരിക്കും 14 ഏറ്റവും കൂടുതൽ ആൽക്കലിനിറ്റി വരുന്നത്, ഏറ്റവും കൂടുതൽ അസിഡിറ്റി വരുന്നത് 0 ആണ്. അപ്പോൾ വെൻ പി ഒ എച്ച് ഈക്വൽ ടു 14 ആണെങ്കിൽ പി എച്ച് എത്രയായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ വെൻ പി എച്ച് ഈസ് ഈക്വൽ ടു 14 പി ഒ എച്ച് ഈസ് ഈക്വൽ ടു 0. അതെങ്ങനെയാണ് നമ്മൾ എഴുതിയത്, 14 ഈക്വൽ ടു പി എച്ച് പ്ലസ് പി ഒ എച്ച്, ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, ദെൻ ഇനി നമുക്കിവിടെ ഒരു കാര്യം കൂടി വേണം. അത് നമ്മുടെ പ്രോബ്ലത്തിൽ ഇവിടെ ഇപ്പോൾ എന്താണ്, നമ്മുടെ മോൾസ് പെർ ലിറ്ററിൽ തന്നെയാണ് വാല്യൂ തന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചില സമയത്ത് മില്ലിഗ്രാം പെർ ലിറ്ററിൽ തരും, എന്നിട്ട് നമ്മളടുത്ത് പി എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മോൾസ് പെർ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താലേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മില്ലിഗ്രാം പെർ ലിറ്ററിൽ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു, മില്ലിഗ്രാം പെർ ലിറ്ററിലോട്ട് ആക്കാനായിട്ട് മോൾസ് പെർ ലിറ്ററിലെ വാല്യൂ ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു 1000 ചെയ്താൽ മതി. ഓക്കെ, ഇനി മോളിക്കുലർ വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ എത്രയാണോ, 1 ആണ്, കാർബൺ 12, ഓക്സിജൻ 16, കാൽഷ്യം 40. ഇനി മോൾസ് പെർ ലിറ്ററിലോട്ടാക്കാനോ, മില്ലിഗ്രാം പെർ ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. മോൾസ് പെർ ലിറ്ററിലോട്ടാക്കണമെന്നുണ്ടെങ്കിൽ മില്ലിഗ്രാം പെർ ലിറ്റർ ഡിവൈഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു 1000 ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺവെർഷൻ അറിഞ്ഞിരിക്കുക. നമുക്ക് എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മോൾസ് പെർ ലിറ്ററിലാണ്. മില്ലിഗ്രാം പെർ ലിറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഇക്വേഷനിലിട്ട് മോൾസ് പെർ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി കൺവെർഷൻ ഓഫ് മില്ലിഗ്രാം പെർ ലിറ്റർ ടു ഇക്വിവാലന്റ് പെർ ലിറ്ററിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതായത് മില്ലിഗ്രാം പെർ ലിറ്റർ എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇക്വിവാലന്റ് പെർ ലിറ്റർ ഇൻറ്റു ഇക്വിവാലന്റ് വെയിറ്റ് ഇൻറ്റു 1000 ആണ്. ഓക്കെ, ഇക്വിവാലന്റ് പെർ ലിറ്റർ നമുക്ക് എങ്ങനെ കിട്ടും, മില്ലിഗ്രാം പെർ ലിറ്ററിലെ വാല്യൂ ഡിവൈഡഡ് ബൈ എന്താണ്, ഇക്വിവാലന്റ് വെയിറ്റ് ഇൻറ്റു 1000. ഇക്വിവാലന്റ് വെയിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്, നമ്മൾ ആ ഒരു ഇപ്പോൾ CaCl2 ആണെങ്കിൽ ഈ CaCl2ൻ്റെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ വാലൻസ് CaCl2 എന്ന് പറയുമ്പോൾ ഇതിനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ Ca2 പ്ലസും Ca2 ആണല്ലോ ഇവിടുത്തെ 2 ആണ് ഇവിടുത്തെ വാലൻസി എന്ന് പറഞ്ഞാൽ. സോ 2 ആണല്ലോ. സോ അങ്ങനെയാണ് നമ്മൾ വാലൻസ് ചെയ്യുന്നത്. സോ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ വാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഇക്വലന്റ് വെയിറ്റ് കിട്ടും. ഇക്വലന്റ് വെയിറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വലന്റ് പെർ ലിറ്റർ എന്നുള്ള ഈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ മില്ലി ഇക്വലന്റിലോട്ടാണ് പോകുന്നത്, മില്ലിഗ്രാം പെർ ലിറ്ററിലെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മില്ലി ഇക്വലന്റ് പെർ ലിറ്ററിൻ്റെ വാല്യൂ ഇൻറ്റു ഇക്വലന്റ് വെയിറ്റ് ചെയ്താൽ മതി. അതായത് അവിടെ ഒരു 1000ൻ്റെ ആവശ്യം ഇല്ല. ദെൻ മില്ലി ഇക്വലന്റ് പെർ ലിറ്ററിലായിട്ടാണ് വേണ്ടതെങ്കിൽ മില്ലിഗ്രാം പെർ ലിറ്റർ ഡിവൈഡ് ബൈ ഇക്വലന്റ് വെയിറ്റ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് PH അയോൺസ് ഇൻ വാട്ടർ സാമ്പിൾ എന്ന് പറഞ്ഞത് 17 മില്ലിഗ്രാം പെർ ലിറ്റർ എന്നാണ് തന്നേക്കുന്നത്. അറ്റ് 20 വാട്ട് ഈസ് എ PH. അപ്പോൾ ഇവിടെ എന്താണ്, മോൾസ് പെർ ലിറ്ററിലേക്ക് നമുക്ക് വേണം കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. അപ്പോൾ എന്ത് ചെയ്യണം, 17 അതായത് മില്ലിഗ്രാം പെർ ലിറ്ററിലെ വാല്യൂ ഡിവൈഡഡ് ബൈ എന്താണ് ഇക്വേഷൻ പറയുന്നത്, മോളിക്കുലർ വെയിറ്റ് OH മൈനസിൻ്റെ മോളിക്കുലർ വെയിറ്റ് ഓക്സിജൻ 16 ആണ്, പ്ലസ് OH മൈനസിൻ്റെ മോളിക്കുലർ വെയിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഓക്സിജൻ 16, H എന്ന് പറയുന്നത് എത്രയാണ്, 1, 16 പ്ലസ് 1 17, ആ 17 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇൻറ്റു 1000. അത് ചെയ്യുമ്പോൾ നമുക്ക് മോൾസ് പെർ ലിറ്ററിൽ കിട്ടി. സോ 10⁻³ ആണ്. 10⁻³ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ PH എത്രയായിരിക്കും, നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക, 11 ആൻസർ കിട്ടാം. ഇത് ഇനി ഇത്രയും ചെയ്യണമെന്നില്ല. ഇവിടെ 10⁻³ ആണെങ്കിൽ POH എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3. അപ്പോൾ PH എത്രയായിരിക്കും, 14 - 3 ദാറ്റ് ഈസ് 11. ഓക്കെ, അതൊക്കെ ജസ്റ്റ് നിങ്ങളുടെ മനക്കണക്ക് പോലെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി PH വാട്ടറിലെ PH നമുക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം. PH പേപ്പർ യൂസ് ചെയ്യാം, ബട്ട് ഇറ്റ് ഈസ് എൻ അപ്രോക്സിമേറ്റ് മെത്തേഡാണ്. ഇനി ടൈട്രേഷൻ മെത്തേഡുണ്ട്, ബട്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് മെത്തേഡാണ്. ഇനി PH മീറ്റർ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡാണ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്, മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഏതാണ്, ഇറ്റ് ഈസ് PH മീറ്റർ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡാണ്. ഇനി ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് എത്രയാണ്, PHൻ്റെ 6.5 മുതൽ 8.5 വരെയാണ് വേരി ചെയ്യുന്നത്. അതായത് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നതാണ് സ്ലൈറ്റ്ലി ബേസിക് ഇൻ നേച്ചറാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് PH പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യണം, അസിഡിറ്റിയും പറയണം, ആൽക്കലിനിറ്റിയും പറയണം. ഓക്കെ, അസിഡിറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ബേസിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള വാട്ടറിൻ്റെ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ അസിഡിറ്റി എന്ന് പറയുന്നത്. അസിഡിറ്റിക്ക് കാരണം എന്തൊക്കെ കാരണം ഉണ്ടാകും, ഡ്യൂ ടു മിനറൽ അസിഡിറ്റി ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് അസിഡിറ്റി ഉണ്ട്. മിനറൽ അസിഡിറ്റിക്ക് കാരണം സ്ട്രോങ് ആസിഡ്സ് ആണ്, ദാറ്റ് ഈസ് H2SO4, HCl, HNO3 പോലുള്ള സ്ട്രോങ് ആസിഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, മിനറൽ അസിഡിറ്റി ഉണ്ടാക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് അസിഡിറ്റിയോ H2CO3 പോലുള്ള എന്താണ് അതായത് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ഉള്ള ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് അസിഡിറ്റി ഉണ്ടാക്കുന്നത്.
ഓക്കെ. ഇനി മിനറൽ അസിഡിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും pH <= 4.2 ആയിരിക്കും. ഇനി കാർബൺ ഡയോക്സൈഡ് അസിഡിറ്റി ആണ് അവിടെ ഉണ്ടെങ്കിൽ pH എന്ന് പറഞ്ഞാൽ >3 ആയിരിക്കും. ദെൻ ഇറ്റ് കോസസ് കൊറോഷൻ ആൻഡ് ട്യൂബർക്കുലേഷൻ. അപ്പോൾ അസിഡിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പൈപ്പിലെല്ലാം കൊറോഷനും ട്യൂബർക്കുലേഷനും ഉണ്ടാക്കും. അസിഡിറ്റി ഇൻ വാട്ടർ ക്യാൻ ബി മെഷേർഡ് ബൈ ടൈട്രേഷൻ. ഓക്കെ, അസിഡിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടൈട്രേഷൻ മെത്തേഡാണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് mg/L as CaCO3. നമ്മൾ അസിഡിറ്റി ചെയ്യാൻ നേരത്ത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടൈട്രൻറ്റ് എന്ന് പറയുന്നത് ഒരു ആൽക്കലി ആയിരിക്കും. ദാറ്റ് ഈസ് NaOH ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അവിടെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് ആദ്യം മീഥൈൽ ഓറഞ്ചും ദെൻ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ആൽക്കലിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിനെ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് എബിലിറ്റിയാണ് ആൽക്കലിനിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ ആൽക്കലിനിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടൈട്രേഷൻ മെത്തേഡ് വഴി തന്നെ കണ്ടുപിടിക്കാം. ബട്ട് അവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതായിരിക്കും? ആദ്യം ഫിനോഫ്തലിനും പിന്നെ മീഥൈൽ ഓറഞ്ചും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ആൽക്കലിനിറ്റി എന്ന് പറയുന്നത് OH- കാരണം ഉണ്ടാകും, CO3 കാരണം, HCO3- കാരണം എന്ത് ചെയ്യാം? ആൽക്കലിനിറ്റി ഉണ്ടാകാം. OH സ്ട്രോങ് ആൽക്കലിനിറ്റി ഉണ്ടാക്കുന്നത് OH- അയോൺസ് ആണ്. ഓക്കെ, ഹൈഡ്രോക്സിൽ അയോൺസ് ആണ് സ്ട്രോങ് ആൽക്കലിനിറ്റി വാട്ടറിൽ ഉണ്ടാക്കുന്നത്. അതായത് pH > 10.2 ഒക്കെ വരുവാണെങ്കിൽ അതിന് കാരണം എന്താണ്? ഹൈഡ്രോക്സിൽ അയോൺസിന്റെ പ്രസൻസ് ആണ്. OH- കാരണമുള്ള ആൽക്കലിനിറ്റി ആണ്. ഇനി pH 8.2-നും 10.2-നും ഇടയ്ക്കാണ് CO3 ആണ് അവിടെ ആൽക്കലിനിറ്റി ഉണ്ടാകുന്നത്. <8.2 ആണെങ്കിൽ HCO3- ആണ് ആൽക്കലിനിറ്റി ഉണ്ടാകുക. ഇനി ടോട്ടൽ ആൽക്കലിനിറ്റി ഡ്യൂ ടു OH- എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് OH- എത്രയാണ് തന്നിരിക്കുന്നത് അതേ ഇൻറ്റു ഇക്വലന്റ് വെയിറ്റ് ഓഫ് CaCO3. ഇക്വലന്റ് വെയിറ്റ് ഓഫ് CaCO3 എത്രയാണ്? ഇറ്റ് ഈസ് 50. അതെങ്ങനെ കിട്ടിയ? കാൽഷ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ 40 പ്ലസ് മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. CaCO3യുടെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം 40 പ്ലസ് കാർബൺ എന്ന് പറഞ്ഞാൽ 12, ഓക്സിജൻ 16 × 3. ഓക്കെ, 3 പ്രാവശ്യം 16 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 6, 12, 18, 20, 100 എന്ന് കിട്ടും. ഓക്കെ, മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ വാലൻസി. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇക്വലന്റ് വെയിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മോളിക്കുലർ വെയിറ്റ് കിട്ടിയ 100 ആണ്. വാലൻസി എത്രയാണ്? CaCO3 ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ Ca2+ഉം CO3 2- ആയിട്ട് മാറും. സോ അവിടുത്തെ വാലൻസി എത്രയാണ്? 2 ആണ്. സോ 100 ഡിവൈഡ് ബൈ 2 50. ഓക്കെ, ആ 50 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. വാലൻസി എന്ന് പറയുന്നത് ഇക്വലന്റ് വെയിറ്റ് ഓഫ് CO3 എത്രയാണ്? 50. അത് കാണാൻ പഠിച്ചങ്ങ് വെക്കുക. ഓക്കെ, ഇക്വലന്റ് വെയിറ്റ് ഓഫ് OH- എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 70. അതെങ്ങനെ വന്നു? O+ഉം OH- വാലൻസ് ഇതാ മൈനസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, 1 ആണ് അവിടെ. സോ ഓക്സിജന്റെ മോളിക്കുലർ വെയിറ്റ് 16, ഹൈഡ്രജൻ്റെ 1 സോ 17 ആണ് മോളിക്കുലർ വെയിറ്റ് വരുന്നത്. 17 ഡിവൈഡ് ബൈ വാലൻസ് എത്രയാണ്? 1 ആണ്. OH- എന്നല്ലേ, സോ 17. ഓക്കെ, ടോട്ടൽ ആൽക്കലിനിറ്റി ഡ്യൂ ടു OH. ഇനി ടോട്ടൽ ആൽക്കലിനിറ്റി ഡ്യൂ ടു CO3- HCO3- കാരണം ഉള്ളതാണെങ്കിൽ ഇതിൻ്റെ രണ്ടിനെയും കൂടി സമം, അതായത് CO3 2- കോൺസെൻട്രേഷൻ നമ്മൾ നേരത്തെ OH എന്ത് എഴുതിയോ അതേപോലെ തന്നെ ഇക്വലന്റ് വെയിറ്റ് ഓഫ് CaCO3 എത്രയാണ്? 50 ആണ്. ഇക്വലന്റ് വെയിറ്റ് ഓഫ് CO3 2- അത് കണ്ടുപിടിക്കണം. ദെൻ അതേ പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് HCO3- ഇൻറ്റു ഇക്വലന്റ് വെയിറ്റ് ഓഫ് CaCO3 ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് HCO3-. സോ ഇക്വലന്റ് വെയിറ്റ് ഓഫ് CaCO3 50 ആണ്. ഇക്വലന്റ് വെയിറ്റ് ഓഫ് CO3 2- എന്ന് പറഞ്ഞാൽ 30 വരും. HCO3- ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 61 വരും. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫൈനൽ ഇക്വേഷൻ കിട്ടും. ഇത് വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏത് തന്നാലും അതിനെ എന്ത് ചെയ്യണം? അതിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു ഇക്വലന്റ് വെയിറ്റ് ഓഫ് CaCO3 ഡിവൈഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ആ സാധനം അങ്ങനെ പഠിച്ചു വയ്ക്കുക. ദെൻ അപ്പോൾ ഇവിടെ നോക്കിയേ, ഇൻ എ വാട്ടർ സാമ്പിൾ കോൺസെൻട്രേഷൻ ഓഫ് CO3 2- തന്നിട്ടുണ്ട് 90 mg/L ആണ്. HCO3- തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആൽക്കലിനിറ്റി ഓഫ് വാട്ടർ സാമ്പിൾ ഇൻ mg/L as CaCO3? അപ്പോൾ ആൽക്കലിനിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ആൽക്കലിനിറ്റി ഡ്യൂ ടു ദിസ് 2 അയോൺസ് CO3- HCO3- കാണുന്ന ഉള്ളതെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാർബണേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 90. സോ 90 × 50/30 അതാണ് ഇവിടെ എഴുതിയത്. 90 × 50/30 പ്ലസ് HCO3- എത്രയാണ്? ഇറ്റ് ഈസ് 122. 122 × 50/61. ഓക്കെ, ഈ വാല്യൂസ് 61 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വലന്റ് വെയിറ്റ് ഓഫ് HCO3- ആണ്. അതൊക്കെ കാണാൻ പഠിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് സമയമില്ല അറിയാം. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും 250 mg/L as CaCO3 എന്ന് വരും. ഇനി ഇഫ് ദ pH ഓഫ് വാട്ടർ സാമ്പിൾ എന്ന് പറഞ്ഞാൽ 9 ആണെന്ന് തന്നിട്ടുണ്ട്, ദെൻ ഫൈൻഡ് ദ ആൽക്കലിനിറ്റി കോസ്റ്റ് ബൈ OH- ഇൻ mg/L as CaCO3. അപ്പോൾ pH 9 ആണ്. അങ്ങനെയാണെങ്കിൽ POH എത്രയായിരിക്കും? ഇറ്റ് ഈസ് 5 ആയിരിക്കും. സോ നമുക്ക് അവിടെ നിന്ന് POH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോക്സിൽ OH- അയോൺ കോൺസെൻട്രേഷൻ.
സോ അതെന്ന് പറയുന്നത് എത്രയാണ് 5. ഇതിൽ നിന്ന് നമുക്ക് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അത്രയും കിട്ടുന്നത് എന്താണ്, മോൾസ് പെർ ലിറ്ററിലാണ് കിട്ടുന്നത്. സോ മോൾസ് പെർ ലിറ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം, മില്ലിഗ്രാം പെർ ലിറ്ററിലോട്ടാക്കണം. എന്ത് ചെയ്യും, ഈ മോൾസ് പെർ ലിറ്ററിൻ്റെ വാല്യൂ ഇൻറ്റു ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് OH മൈനസ് എത്രയാണ്, ഇറ്റ് ഈസ് 17. ഇക്വലൻ വെയിറ്റ് അല്ലല്ലോ, മോളിക്കുലർ വെയിറ്റ്. ഇറ്റ് ഈസ് ഓക്കെ മോൾസ് പെർ. സോ മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് നമുക്ക് വേണ്ടത്. സോ മോൾ പെർ ലിറ്റർ ഇൻറ്റു മോളിക്കുലർ വെയിറ്റ് ഇൻറ്റു 1000. സോ OH മൈനസിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 17 ആണ്. സോ 17 ഇൻറ്റു 1000 ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യും, മില്ലിഗ്രാം പെർ ലിറ്ററിൽ ആൻസർ കിട്ടി. അപ്പോൾ ഇതൊന്നും എന്താണ്, OH മൈനസിൻ്റെ കോൺസെൻട്രേഷനെ അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആൽക്കലിനിറ്റി കോസ്ഡ് ബൈ OH മൈനസ് ആണ്. സോ ടോട്ടൽ ആൽക്കലിനിറ്റി ഡ്യൂ ടു OH മൈനസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്, ദാറ്റ് ഈസ് 0.17 ഇൻറ്റു നമ്മുടെ ഇക്വലൻ വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് 50 ആണ്. ഇക്വലൻ വെയിറ്റ് ഓഫ് OH മൈനസ് 17 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.5 മില്ലിഗ്രാം പെർ ലിറ്റർ ആ CaCO3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ആൽക്കലിനിറ്റി ഇൻ വാട്ടർ കോസസ്. വാട്ടറിൽ ആൽക്കലിനിറ്റി ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ ഇൻക്രിസ്റ്റേഷൻ ഉണ്ടാവും, സ്കെയിലിംഗ് ഉണ്ടാവും, ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും. ആൽക്കലിനിറ്റി ക്യാൻ ബി മെഷേർഡ് ബൈ എങ്ങനെയാണ്, ടൈട്രേഷൻ ആണ്. സോ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈറ്ററിൻ്റെ ഏതായിരിക്കും, ഒരു ആസിഡ് ആയിരിക്കും. ദാറ്റ് ഈസ് H2SO4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചുമാണ്. ആദ്യം ഏത് യൂസ് ചെയ്യണം, ഫിനോഫ്തലിനാണ് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ നമുക്കൊരു ആൽക്കലിനിറ്റി റിലേഷൻഷിപ്പ് ടേബിൾ ഉണ്ട്. അതായത് പി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൽക്കലിനിറ്റി കിട്ടുന്നത്. അതെന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, OH മൈനസും CO3 മൈനസും കാരണം അവിടെ എന്തില്ല, ആൽക്കലിനിറ്റിയിലോ. ആര് കാരണം മാത്രമേ ഉള്ളൂ, HCO3 മൈനസ് കാരണം മാത്രമേ അവിടെ ആൽക്കലിനിറ്റി ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആൽക്കലിനിറ്റി. അതായത് മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്തുമാത്രം അവിടെ വോളിയം ഉണ്ടാകുന്നു, അതാണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ ആൽക്കലിനിറ്റി ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ P ലെസ് ദാൻ T/2 ആണെങ്കിൽ ഓരോ കണ്ടീഷൻ, അപ്പോൾ ഈ കണ്ടീഷൻ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഓരോ കണ്ടീഷൻ വരുമ്പോഴും അതിന് കറസ്പോണ്ടിങ് OH മൈനസിൻ്റെയൊക്കെ എല്ലാം കോൺസെൻട്രേഷൻ ആണ് ഈ പറയുന്നത്. ഇനി by estimating P alkalinity and T alkalinity, by establishing a relationship between them, concentration of substances that causes alkalinity can be determined. അത് വേണ്ട നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് T alkalinity P alkalinity തന്നിട്ടുണ്ട് 200 150 ആണ് റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഇതിൻ്റെ എല്ലാം കോൺസെൻട്രേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ നമ്മൾ ആദ്യം എന്തെയ്യുന്നു, T/2 കണ്ടുപിടിക്കുക. T/2 ചെയ്യുമ്പോൾ 100 മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് കിട്ടും. ബട്ട് പിയുടെ വാല്യൂ എത്രയാണ്, 150 ആണ്. സോ P എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ T/2 അല്ലേ, ആണ്. P ഗ്രേറ്റർ ദാൻ T/2 ആണെങ്കിൽ ഈ കണ്ടീഷൻ, P ഗ്രേറ്റർ ദാൻ T/2 ആണെങ്കിൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 2P മൈനസ് T ആണ്. സോ നമുക്ക് എന്ത് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്, 2P മൈനസ് T ചെയ്യുക, കിട്ടി. ദെൻ അടുത്ത CO3 മൈനസ് എന്ന് പറയുന്നത് 2T മൈനസ് 2P ആണ്, അത് ചെയ്യുക. ദെൻ HCO3 മൈനസ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി ആൽക്കലിനിറ്റി ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 200 മില്ലിഗ്രാം പെർ ലിറ്റർ ആസ് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, അതാണ് ആൽക്കലിനിറ്റിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും മതി ഈ ഒരു വീഡിയോയിൽ, ഇത് തന്നെ കൂടുതലായിപ്പോയി. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കെമിക്കൽ ക്യാരക്ടറിസ്റ്റിനെ പറ്റി നോക്കാം. താങ്ക് യു.